ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാങ്കന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാരാമെഡിക്കൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതേപോലെ തന്നെ 2023-24 ബാച്ചസ് ഒക്കെ തന്നെ പാരാമെഡിക്കലിൻ്റെ എപ്പോഴാണ് കറക്റ്റ് സ്റ്റാർട്ട് ആക്കിയതെന്നും ഈ വർഷം എപ്പോഴാണ് കറക്റ്റ് സ്റ്റാർട്ട് ആവാൻ പോകുന്നതെന്നും ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ ഗൈസ്, എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് BSc നേഴ്സിങ്ങിൻ്റെ ഒക്കെ തന്നെ ക്ലാസ്സസ് November 3 സ്റ്റാർട്ട് ചെയ്തു എന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ മിക്ക കുട്ടികളും പാരാമെഡിക്കൽ ക്ലാസ്സസ് എന്നാണ് സ്റ്റാർട്ട് ആകുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പാരാമെഡിക്കൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഒക്കെ തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്ന് മിക്ക കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാകും. ബാംഗ്ലൂർ അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഒക്കെ തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ എപ്പോഴാണ് പാരാമെഡിക്കൽ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നും അതേപറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു വീഡിയോയിൽ 2023 അതേപോലെ തന്നെ 2024 പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയിട്ട് പറയാം. ആ ഒരു ഡേറ്റിനനുസരിച്ച് തന്നെയായിരിക്കും നമുക്ക് ഈ വർഷവും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതാണ് ഞാൻ 2023-24 കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. അതനുസരിച്ച് തന്നെയായിരിക്കും നമുക്ക് 2025, അതായത് ഈ വർഷവും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് 2023 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റിയിട്ട് നോക്കാം. DME, അതായത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള പുറത്തുവിട്ട സർക്കുലർ പ്രകാരം 2023 ഫസ്റ്റ് ഇയർ പാരാമെഡിക്കൽ ഡിപ്ലോമ, DPharm, DHI കോഴ്സസ് റെഗുലർ ക്ലാസ്സസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് January 23 അപ്പോൾ ആ ഒരു മനസ്സിലാക്കുക. അതേപോലെ തന്നെ 2024 കാര്യം ഞാൻ പറയാം. അതിനു മുന്നേ ആയിട്ട് ഞാനൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം. അതായത് ഇത് എക്സാക്റ്റ് ഡേറ്റ് ആണ് മിക്ക കോളേജസും, അതായത് ഗവൺമെൻറ് അതേപോലെ സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ കോളേജസ് ഒക്കെ തന്നെ 2023 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റാണ് January 23. പക്ഷേ എല്ലാ കോളേജസും ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള പുറത്തുവിട്ട ആ ഒരു സർക്കുലർ പ്രകാരമാണ് പറയുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ചില കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ആ ഒരു ഇയറിൽ അതും കഴിഞ്ഞതിന് ശേഷമായിരിക്കും, അതായത് ആ ഡേറ്റും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ക്ലാസ്സസ് തുടങ്ങുക. ആ ഒരു കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് കഴിഞ്ഞു പോയ വർഷമാണ്. ഇനി ഞാൻ 2024 കാര്യം പറയാം. അത് നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ 2024 അഡ്മിഷൻ ബാച്ചിൻ്റെ റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതായത് 2024 +2 പാസ്സായ അല്ലെങ്കിൽ 2024 ഇനിയും പാരാമെഡിക്കൽ കോഴ്സസിന് അപ്ലൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷം, അതായത് 2025 January 6 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 2024 കുട്ടികൾക്ക് 2025 January 6 റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും. അതായത് 2024 അഡ്മിഷൻ ബാച്ചുകാർക്ക് റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് January 6 അതായത് 2025 ഈ വർഷം January 6 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞും അലോട്ട്മെൻറ്റ്സ് നടക്കാൻ സാധ്യതയുണ്ട്. അത് ഞാനിപ്പോൾ പറയാം. അതായത് ഇനി 2025 വരികയാണെന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ജാനുവരിയോട് കൂടി ആയിരിക്കും. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2025 January 6 ആയപ്പോഴത്തേക്കിന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2023 നോക്കിക്കഴിഞ്ഞാൽ January 23 ആയപ്പോഴത്തേക്കിനാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു എക്സാക്റ്റ് ഡേറ്റ് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും നമുക്ക് ഡിസംബർ ലാസ്റ്റ് വീക്ക് ജാനുവരിയോട് കൂടിയിട്ട് മിക്കപ്പോഴും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.
അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനിയും യൂസ്ഫുൾ ആവുന്ന വീഡിയോസൊക്കെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസ് ഏതാണ് വേണ്ടതെന്ന് പറയാൻ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. പല കുട്ടികളും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന വീഡിയോസ് ചെയ്യാവുമെന്ന്. ഞാൻ അതനുസരിച്ച് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം തന്നെ ആ ഒരു വീഡിയോ ഒക്കെ തന്നെ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ പാരാമെഡിക്കലിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന 2025 കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ്സ് ഉണ്ടാകുമോ എന്ന് മിക്ക കുട്ടികൾക്കും ഡൗട്ടുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ കണ്ട കുട്ടികൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ഞാൻ എൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കാരണം BSc നേഴ്സിങ്ങിൻ്റെ ക്ലാസ്സസ് ഓൾറെഡി November 3 സ്റ്റാർട്ട് ചെയ്തു. യൂണിവേഴ്സിറ്റി പറഞ്ഞ പ്രകാരം November 3 തന്നെ എല്ലാ കോളേജസിലും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണമെന്നാണ്. അപ്പോൾ ആ ഒരു ഡേറ്റിന് എല്ലാ കോളേജസിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞും അലോട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പറഞ്ഞ പ്രകാരം ക്ലാസ്സസ് ഇന്ന ഒരു ഡേറ്റിന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ്സ് കിട്ടാത്ത കുട്ടികൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ഇനിയും സ്പോട്ട് അലോട്ട്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് വേക്കൻസി സീറ്റ്സ് ഫില്ലാകുന്നത് വരെ നമുക്ക് അലോട്ട്മെൻറ്റ്സ് കാണും. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ അലോട്ട്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കില്ല ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അതിനു മുന്നേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ BSc നേഴ്സിങ്ങിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് November 3 സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അത് കഴിഞ്ഞു സ്പോട്ട് അലോട്ട്മെൻറ്റ്സ് ഒക്കെ തന്നെ നടന്നിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം വേക്കൻസി സീറ്റ്സ് ഫില്ലാകുന്നത് വരെ അലോട്ട്മെൻറ്റ് നടക്കും. അലോട്ട്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കില്ല ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്കപ്പോഴും അലോട്ട്മെൻറ്റ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ആ ഒരു കാര്യം എല്ലാ കുട്ടികളും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, അതായത് 2024 ബാച്ചിലെ കുട്ടികൾക്ക് 2025 January 6 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് ജാനുവരിയിൽ തന്നെ ആയിരിക്കും പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതിനെ പറ്റിയിട്ട് ഓർത്ത് നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ മിക്ക കുട്ടികളും പാരാമെഡിക്കൽ കോഴ്സസിന് അഡ്മിഷൻ ലഭിച്ച കുട്ടികളൊക്കെ തന്നെയാണ് ഈ കമൻറ്റ് സെക്ഷനിലൊക്കെ ഇങ്ങനെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്നാണെന്ന് ചോദിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളോട് പറയാനുള്ളത്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കോളേജിൽ നിന്ന് അറിയിക്കുന്നതായിരിക്കും എന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. നിങ്ങളെ കോളേജിൽ നിന്ന് അറിയിക്കുന്നതായിരിക്കും. ഒന്നെങ്കിൽ അവർ നിങ്ങളുടെ ആ ഒരു ബാച്ചിലെ കുട്ടികളുടെ എല്ലാവരുടെയും നമ്പർ വെച്ചിട്ട് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, എങ്ങനെയായാലും കോളേജിൽ നിന്ന് നിങ്ങളെ കറക്റ്റായിട്ട് അറിയിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു കുട്ടികളും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും അവർ ഏകദേശം ഒരു 1 വീക്ക് മുന്നേ എങ്കിലും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾ ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അലോട്ട്മെൻറ്റ്സിലൊക്കെ തന്നെ നോക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ പാരാമെഡിക്കൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് മിക്ക കുട്ടികൾക്കും ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജാനുവരി അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് വീക്കോടുകൂടി നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വേക്കൻസി സീറ്റ്സ് ഫില്ലാവുന്നതനുസരിച്ച് അലോട്ട്മെൻറ്റ്സ് തീരുന്നതും അനുസരിച്ചായിരിക്കും നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് എക്സാക്റ്റ് ഡേറ്റ് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, കറക്റ്റായിട്ടൊരു സർക്കുലർ അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസ് ഏതാണ് വേണ്ടതെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.